Topic is kernel and image. Kernel, if T is a function from V to W is a linear transformation, then the set of vectors in V that T maps into 0 is called the kernel of T, and it is denoted by Ker of T or kernel of T. In mathematical notation, we can represent as kernel of T is equal to set V is an element of capital V, T of V is equal to 0. ഇപ്പം നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ V എന്ന് പറയുന്നൊരു വെക്റ്റർ സ്പേസ് അതിന് T എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ വെച്ച് നമ്മൾ മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാപ്പ് ചെയ്ത് കിട്ടുന്നത് 0ലേക്കാണ് 0 വെക്റ്ററിലേക്കാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ സെറ്റിനെ a set of vectors in V അതാണ് kernel of T എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, T of V is equal to 0 ആണ് എങ്കിൽ that V ആ വെക്റ്റർ സ്പേസിലെ ആ V ആണെന്ത് kernel of V എന്ന് പറയുന്നത്. An image, if T is a function from V to W is a linear transformation, then the set of all vectors in W that are images under T of at least one vector in V is called the image, or we can say the range of T, and it is denoted by Im of T or image of T. In mathematical notation, we can represent this Im of T as a set W element of capital W, and this W is equal to T of V for some V element of V. Okay, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ രണ്ട് സെറ്റ് ഉണ്ട്. ഇത് V ആണ്, ഇത് W ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാണ്, T എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇവിടെയുള്ളൊരു എലമെൻറ്റ് ഇവിടെ മാപ്പ് ചെയ്യുന്നത് ഒരു 0ലേക്കാണ് എങ്കിൽ ഈ V ഇപ്പോൾ V1 V2 V3 ആണ്. ഇപ്പോൾ V1ൽ നമ്മൾ ഈ ഒരു T എന്ന് പറയുന്നൊരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് 0 എന്ന് പറയുന്ന വെക്റ്റർ ആണെങ്കിൽ ഈ വിയെ നമുക്ക് എന്ത് പറയാം, കേർണൽ ഓഫ് V എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിവിടെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഫ്രം V to W. ഓക്കെ, അത് നമ്മൾ ആ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ T ആണ്. അപ്പോൾ T എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു വിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു വാല്യൂ ഉണ്ടാകുന്നത് W എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിലെ വാല്യൂ ആണ്. W1 W2 നമുക്ക് ഏത് രീതിയിലും റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ അതിലുള്ള ഈ ഒരു റേഞ്ച്, ആ വാല്യൂസാണ് റേഞ്ച് അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ സെറ്റിൻ്റെ ഓപ്പറേഷൻസ് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ വരുന്നത് ഇമേജ് ആണെന്ന് അറിയാം അല്ലേ. ഇത് ഡൊമെയിൻ, ഇത് കോഡൊമെയിൻ എന്ന് പറഞ്ഞ പോലെ ഇത് ഡൊമെയിനാണ്, ഇത് കോഡൊമെയിനാണ്. അതിൽ നമുക്കിതിന് ഇവിടെ വരുന്നതാണ് എന്ത്, ഒരു ഇമേജ് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ 1 to 1 ഉണ്ട്, on to ഉണ്ട് എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ വീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യൂയിൽ വരുന്ന വാല്യൂ അല്ലെങ്കിൽ വെക്റ്റർ. ഓക്കെ, ഇവിടെ വെക്റ്റർ സ്പേസിൻ്റെ കേസിൽ പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് വെക്റ്റർ സ്പേസ് ഇവിടെ നമ്മൾ W എന്ന് പറയുന്ന ആ ഒരു വെക്റ്റർ സ്പേസ് അതാണ് എന്ത്, ഇമേജ് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് T എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് Im of T എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാണ് ഇമേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, then we have a theorem. If T is a function from V to W is a linear transformation, then the kernel of T is a subspace of V and the range of T is a subspace of W. To show that the kernel is a subspace, it must be shown that it contains at least one vector and is closed under addition and scalar multiplication, and the vector 0 is a kernel of T. So this set contains at least one vector. Let V1 and V2 be vectors in kernel of T, and let K be any scalar. Then T of V1 plus V2 is equal to T of V1 plus T of V2, and here this is a 0 vector, so 0 plus 0 is equal to 0, so that V1 plus V2 is in kernel of T. And also T of K V1 is equal to K into T of V1, and here this is equal to K into 0 is equal to 0, so K V1 is in kernel of T. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേർണൽ ഓഫ് T എന്ന് പറയുന്നത് വിയുടെ സബ്സ്പേസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, കാരണം എന്താ, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, അപ്പോൾ അവിടെ അതൊരു സബ്സ്പേസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇക്വേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ആ 0 വെക്ടർ വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ആ ഒരു ഫസ്റ്റ് കേസ് നമുക്കവിടെ പ്രൂവ് ചെയ്തു. ഇനി സിൻസ് T of 0 is equal to 0, there is at least one vector in image of T. Okay, let W1 and W2
be vectors in the range of t and let k be a scalar. To prove this part, it must be shown that w1 plus w2 and kw1 are in the range of t. That is, vectors a and b must be found in V such that t of a is equal to w1 plus w2 and t of b is equal to kw1. Since w1 and w2 are in the range of t, there are vectors a1 and a2 in V such that t of a1 is equal to w1 and t of a2 is equal to w2. Let a is equal to a1 plus a2 and b is equal to ka1. Then t of a is equal to t of a1 plus a2 and that is equal to t of a1 plus t of a2. That is equal to w1 plus w2, and t of b is equal to t of k1, that is equal to k into t of a1. So that is equal to k of w1, and which completes the proof. Okay, അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസ് നമ്മൾ പ്രൂവ് ചെയ്ത പോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കേസ് റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറയുന്ന പോലെ തന്നെ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സിൻ്റെ w1 w2 എന്ന് പറയുന്നതെന്ന് വിചാരിക്കുന്നത്, സപ്പോസ് ദ റേഞ്ച് ഓഫ് ടി. അതുപോലെ തന്നെ kw1 എന്ന് പറയുന്നതും റേഞ്ച് ഓഫ് ടിയിലുള്ളതാണ് എങ്കിൽ നമുക്കതെങ്ങനെ പ്രൂവ് ചെയ്യാം? ഇപ്പോൾ ടി എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സാണ്, ബിയിലുള്ള രണ്ട് വെക്ടേഴ്സാണ് എയും ബിയും. അപ്പോൾ ടി ഓഫ് എ എന്ന് പറയുന്നത് w1 പ്ലസ് w2, അതുപോലെ ടി ഓഫ് ബി എന്ന് പറയുന്നത് k of w1. Okay, here w1 and w2 are in the range of t. So there are vectors a1 and a2 in V such that t of a1 is equal to w1 and t of a2 is equal to w2. For a is equal to a1 plus a2, അതുപോലെ തന്നെ b is equal to ka1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ t of a is equal to t of a1 plus a2. Okay, then നമ്മളത് ഇൻഡിവിജ്വലി നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടി ഓഫ് a1 പ്ലസ് ടി ഓഫ് a2 എന്ന് കൊടുക്കാം. അപ്പോൾ ടി ഓഫ് a1 എന്ന് പറയുന്നത് w1, ദെൻ ടി ഓഫ് a2 എന്ന് പറയുന്നത് w2 എന്നുള്ള രീതിയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുമ്പോൾ w1 പ്ലസ് w2 എന്ന് നമുക്ക് കൊടുക്കാം. ദെൻ ടി ഓഫ് ബി എന്ന് പറയുന്നത് ടി ഓഫ് ka1 ആണ്. അപ്പോൾ k ഇൻറ്റു ടി ഓഫ് a1. അപ്പോൾ ടി ഓഫ് a1 എന്ന് പറഞ്ഞാൽ എന്താണ്? w1 ആണ്. അപ്പോൾ kw1 എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ ആ ഒരു രണ്ട് രീതിയിലും നമുക്ക് കേർണൽ അതുപോലെ തന്നെ റേഞ്ചും അതിൻ്റെ സബ്സ്പേസ് ആണ് എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യാം. സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ആ രണ്ട് കണ്ടീഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Next theorem, let t is a function from V to W be a linear transformation and B is equal to x1, x2, etc. xn is a basis of V, then R of t is generated by t of B is equal to t of x1, t of x2, etc. t of xn. അപ്പോൾ ഇവിടെ ഒരു പ്രൂഫ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതായത് നമുക്കിപ്പോൾ ഒരു വെക്ടർ ഉണ്ട്, ആ വെക്ടറിൻ്റെ ബേസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടി ഓഫ് ബി, അതായത് ആ ബേസിസിൽ നമ്മൾ ആ ഒരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? ആ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വലി കൊടുക്കുന്നതിന് സിമിലർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റേഞ്ചിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ലെറ്റ് y is an element of range of t and let x is an element of v be such that t of x is equal to y. Since b is a basis for v, we can find alpha 1, alpha 2, etc. alpha n such that x is equal to alpha 1 x1 plus alpha 2 x2 plus etc. plus alpha n xn. Hence we have y is equal to t of x is equal to t of alpha 1 x1 plus alpha 2 x2 plus alpha n xn, and that is equal to alpha 1 t of x1 plus alpha 2 into t of x2 plus alpha n t of xn. And therefore any vector y element of R of t is a linear combination of t of x1, t of x2, etc. t of xn. Hence R of t is generated by t of b. ഓക്കെ, അപ്പം നമുക്ക് ഒരു റേഞ്ചിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റേഞ്ച് ഓഫ് ടി നമുക്ക്
ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരു ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് ലീനിയർ കോമ്പിനേഷൻസ് റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ലീനിയർ കോമ്പിനേഷൻസ് എടുത്താൽ ആ ഒരു ലീനിയർ കോമ്പിനേഷനിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. For example, let I is equal to V to V is an identity operator. Since IV is equal to V for all vectors in V, every vector in V is the image of some vector, namely itself. Thus, image of I is equal to V. Since the only vector that I maps into 0 is 0, it follows that kernel of I is equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇൻറ്റു വെക്റ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ 0 വെക്റ്റർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ 0 ഇൻറ്റു I maps 0 into 0. So it follows kernel of I is equal to the set 0. Next, here the reference is the lecture note of Engineering Mathematics 2 by V. N. Krishnachandran. Okay, thank you.